കുറെ അധികം നാളുകൾക്ക് മുമ്പ് ബോഡി ഷെയ്മിംഗ് ഉള്ള തമാശകൾ പറഞ്ഞിട്ടുള്ള ആളാണ്. എനിക്കറിയാം, ഞാനത് പറയാതിരുന്നിട്ടുള്ള ആളൊന്നുമല്ല. പക്ഷെ ഞാനൊരു പോയിന്റ് കഴിഞ്ഞപ്പോൾ അത് തിരുത്തുകയും പറയാതിരിക്കാൻ ശ്രമിക്കുകയും ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുള്ള ആളാണ്. ഇപ്പോൾ ഞാനത് ചെയ്യുന്നില്ല. പക്ഷെ പലപ്പോഴും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നതൊക്കെ ഒരു കൃത്യമായ പാരാമീറ്റേഴ്സ് ഇല്ലാതെ വരുമ്പോൾ, ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കാം, 100% പൊളിറ്റിക്കലി കറക്റ്റായ ഒരു സിനിമ ലോകത്തെവിടെ ഇറങ്ങിയിട്ടില്ല, പറ്റില്ല. ഒരാൾ രാവിലെ എണീറ്റ് ചോറുണ്ട് കിടന്നുറങ്ങുന്ന അല്ലാണ്ട് നിങ്ങൾക്ക് ഒന്നും കാണിക്കാൻ പറ്റത്തില്ല ആ സിനിമയ്ക്കകത്ത്. അപ്പോ ബോഡി ഷെയ്മിങ്ങും ബോഡി റെഫറൻസും പോലും മനസ്സിലാകാത്ത രീതിയിൽ ഇതിലൊരു ആക്രമണമുണ്ട്. അപ്പൊ ഒരു സ്ത്രീ നടന്നു പോകുന്നു, ഒരാൾ മാല പറിച്ചുകൊണ്ട് ഓടുന്നു. ഇയാൾക്ക് അറിയില്ല, അഡ്രസ് അറിയില്ല, പേരറിയില്ല, ഒന്നും അറിയില്ല. അപ്പൊ പോലീസ് വന്ന് ഉടനെ ചോദിക്കണം, ആളെങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചാൽ നിങ്ങൾ അയാളുടെ രൂപത്തെ കുറിച്ച് പറയേണ്ടി വരും. ഒരു അജ്ഞാത ജഡം കിട്ടിക്കഴിഞ്ഞാൽ, പണ്ട് ദൂരദർശനിൽ വരുമായിരുന്നു, കറുത്ത നിറം, തടിച്ച ശരീരം, മെലിഞ്ഞ നിറം, വെളുത്ത ശരീരം എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറുണ്ട്. ഇന്ന് പലരും ഇത്തരത്തിലുള്ള റെഫറൻസുകളും പറച്ചിലുകളും പോലും പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്ന് പറഞ്ഞ് ഒരാളെ ആക്രമിക്കാൻ ഉപയോഗിക്കാറുണ്ട്. ഇപ്പം 8:45 അടുക്കി വെച്ചതുപോലെ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ ആരാണ്, അമിതാഭ് ബച്ചനോ എന്ന് ചോദിച്ചാൽ ഞാനുമായിട്ട് ഒരു വ്യത്യാസവുമില്ല.